എന്തായി സാബിമോനെ എന്നാ ഒരു ചായ കുടി. അപ്പൊ ഇന്നത്തെ പരിപാടികൾ എന്താടാ? ഇന്ന് ഓൾമോസ്റ്റ് ഒരു 3 സ്ഥലത്ത് കയറാനുണ്ട്. ഇതിലെങ്കിലും കിട്ടിയാൽ മതി. നോക്കാം. ചായ ചായ നമ്മുടെ നാട്ടിലും ഇതേപോലെ സ്പെഷ്യൽ ചായ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ പൊളിയായിരിക്കും. ശരിയാവും തോന്നണം. നമുക്ക് നോക്കാം, വേറെ ഉണ്ടാവില്ല. അതിന് വിളിക്കാം, നമുക്ക് നോക്കാം. ഇനി അവരെ വിളിച്ചാലാ നിങ്ങൾക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് കിട്ടല്ലേ? വേറെ പരിപാടി ഒന്നുമില്ലല്ലോ. ഇവിടത്തെ തിരക്ക് കഴിയാൻ തന്നെ ടൈം എടുക്കും. എന്താടാ അതൊക്കെ ഡിസ്കൗണ്ട് സെയിലൊന്നും ഉണ്ട്. ആൾക്കാർ അങ്ങോട്ട് നോക്കി സൂപ്പർ മാർക്കറ്റിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ പിടിച്ചിങ്ങനെ ട്രോളിയൊക്കെ തള്ളിക്കൊണ്ടുപോകും. ആ ട്രോളിയൊക്കെ ആൾക്കാർ തള്ളിക്കൊണ്ടുപോകണ തന്നെ പെടാപ്പാടാ. അത് ഞാൻ നോക്കി അവൻ ട്രോളി തള്ളാൻ വേണ്ടി വെയിറ്റ് ചെയ്യണത്. പാവം. കന്നഡയിൽ എന്തിനാ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ സാധനം വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കും. നീ ആയിട്ട് 2-3 ഡയലോഗുകൾ ഇടാം. ഞാൻ ബാക്കിൽ നിന്ന് മറ്റേ സാധനം ഇടാം. ഫോറസ്റ്റ് ആകെ മാത്രമല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യമായിട്ട് ആലോചിക്കണം. എടാ നമ്മ ഇന്ന് ലാസ്റ്റ് ഒരു സ്ഥലത്ത് പോയില്ലേ? ലാസ്റ്റ് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോഴേ അവൻ ഇവിടെ വന്നിരുന്നിട്ട് ഹായ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് എൻ്റെതായ കാര്യങ്ങൾ വെച്ചടിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ അവനവസാനം കണ്ണുള്ളിരിക്കണ്. അവൻ എൻ്റെ ഇംഗ്ലീഷ് ആയിട്ട് പേടിച്ചു പോയതാ, വേറൊന്നുമില്ല. നീ അത് നേരത്തെ പറഞ്ഞല്ലേ, അത് വിട്ടാ ശരിയാവൂടെ? അതിലേ കൊറേ സ്ഥലത്ത് പോയിട്ട് ഒന്നും നടന്നിട്ടില്ല കേട്ടോ. സമയം ഉണ്ടല്ല, സമയമൊക്കെ ഉണ്ട്. എന്നാലും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതിലേ ഞാൻ വിട്ടുകൊടുക്കാൻ റെഡിയല്ല. ഇത് പിടിച്ചിട്ട് തന്നെ ബാക്കി വരുള്ളൂ. വാ എന്തൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം. സ്പെഷ്യലാക്കാം. സ്പെഷ്യൽ ഇന്ന് ആദിലിന്റെ വക സ്പെഷ്യൽ. ആദിലിന്റെ വക സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ഔട്ട് നൗ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മട്ടൻ ജാസ്തിയാക്കാന്ന് പോണ്. മട്ടൻ നീ വാങ്ങിച്ചു വെച്ചിട്ടല്ലോ അവിടെ. തൽക്കാലം നമുക്ക് പച്ചക്കറി വെച്ച് എന്തെങ്കിലും ചെയ്യാം. അതായിരിക്കും ബുദ്ധി. പച്ചക്കറി മട്ടനാന്ന് വെച്ച് തിന്നാ മതി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇട്ടത് മാത്രം കിട്ടും. എന്തേലും വല്ല മീറ്റ് മസാല ഇട്ട് പടക്കിയതായിരുന്നു. സോയാബീനിൽ കുറച്ച് മീറ്റ് മസാല ഇട്ടിട്ട് നമുക്ക് തിന്നാം. മാംസം യൂട്യൂബാ പഠിച്ചോളൂ. സമയമുണ്ട്. ചെറിയൊരു ഭീഷണിയാണ് അത്. കാലക്രമേണ മഞ്ഞൾ കഴിയും. അടുത്ത സാധനങ്ങളൊക്കെ ഇടും. വെറുതെ മാറിയിട്ടുള്ള വെങ്കായം തൈര് തൈരുണ്ട്. അതിലെന്ന് പറഞ്ഞ ആരാ
അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി സോയാബീൻ മട്ടൻ. മട്ടൻ സോയാബീൻ. സോയാബീൻ മട്ടൻ എന്ന് വിചാരിച്ച് കഴിച്ചാൽ മതി. ഒന്നൊരു പണി ചെയ്തല്ലോ, ഫിറോസൊക്കെ പറമ്പിൽ കുഴി കുത്തണ പോലെ കുഴി കുത്തിയിട്ട് കുഴി കുത്തി കഴിഞ്ഞ ആൾക്കാര് എന്താ പറഞ്ഞിട്ട് ഓടിയിലിരിക്കും. എന്താണ് സോയാബീൻ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കണേ? എന്താ നിന്റെ പ്രശ്നം? കൊറേ നേരായി. പ്രശ്നമൊന്നുമില്ല, എന്നാലും ഒരാഴ്ചയിലോട്ട് എന്റെ പൊന്നലിയ ഒരാഴ്ചയിലായിട്ടുള്ളൂ. നീ പെണ്ണിനെ വളയ്ക്കാൻ വരെ എത്ര നാൾ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സമയം എടുക്കും, ക്ഷമ വേണം. കണ്ടില്ലേ നേരത്തെ ഡയലോഗ് പറഞ്ഞിട്ടില്ലേ? എന്താ മാതിരി ഇതാ. അത് നീ കഴിവുള്ളവൻ. ശരി ശരിട്ടാ, അതെനിക്കറിയാം. നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കല്ല. ഒരാഴ്ചയിലായിട്ടുള്ളൂ. നീ കഴിവില്ലാത്തതൊന്നുമല്ലോ, നമുക്ക് വല്ല സ്കിൽ വൈസ് എന്തെങ്കിലും നോക്കാം. ലൈൻ അടിക്കല്ല, അത് നന്നായിരിക്കും. അതിന് നല്ല ശമ്പളം കിട്ടണമായിരുന്നു. അതിനാണ് ഇത് ആവിർന്ന് ആൻഡ്രൂ ടൈറ്റ് മാറ്റി പൂവാലു ടൈറ്റ് ആക്കിയനെ. അല്ല അവര് തരുമായിരിക്കുമല്ലോ. എന്താ നീ അങ്ങനെ എടുക്കണേ? ഞാൻ നല്ല മനുഷ്യനുള്ള. നീ വേണമെങ്കിൽ നോക്ക്, നമുക്ക് നിനക്ക് കഴിവില്ലാത്തതൊന്നുമല്ല. നിനക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചല്ലേ, നമുക്ക് വേണമെങ്കിൽ ആ ഒരു കഴിവ് നോക്കാം. അപ്പോ ക്ഷമ വേണം, സമയമെടുക്കും. പക്ഷേ ഉണ്ടല്ലോ, ഞാനിപ്പോ കുറച്ച് സ്ട്രെങ്ത് ആകട്ടെ. ആയിക്കോട്ടെ, ശരി. ഒരു കൈപ്പണിക്ക് പോക്കും. ശരി, എന്നാ ഗുഡ് നൈറ്റ്.